മിഥുനോട് ചോദിക്കാനുള്ളത്, ഈ ട്രെയിനർ എന്നുള്ള നിലയിൽ വളരെ ന്യൂ ആയ ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം പുതുതായി ട്രെയിനിങ് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള സജഷൻസ് എന്താണ്? അപ്പം ട്രെയിനർ എന്നുള്ള നിലയിൽ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ ട്രെയിനർ എന്നുള്ള നിലയിൽ വന്ന ഒരു വ്യത്യാസം എങ്ങനെ ഫീൽ ചെയ്തെന്നുള്ള വ്യത്യാസം പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പുതിയ ആളുകൾക്ക്, അതായത് ട്രെയിനിങ് കൊടുക്കാൻ അല്ലെ ട്രെയിനറായി വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഉപദേശം അങ്ങനെ എന്തെങ്കിലും? ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മാറി നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പം ഇതിലേക്ക് വന്നതിന് ശേഷമാണ് കൂടുതൽ ആക്റ്റീവായി തുടങ്ങിയത്. അപ്പം എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നാളൊന്നും വിചാരിക്കേണ്ട, നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യാം. നമ്മളിവിടെ സ്റ്റുഡൻ്റായി കുറേ ആളുകളുണ്ട്, നമുക്ക് അവരോട് കൂടി ചോദിക്കാം. കൂട്ടത്തില് ഞാനിപ്പോ ഒരു അന്തരിയെ കണ്ടിട്ടുള്ളൂ. എന്റെ പേരെന്താ? സ്റ്റെഫാൻ. എത്ര കാലമായി സൂമ്പ ചെയ്യാൻ തുടങ്ങി? ഞാൻ ശരിക്കും പറഞ്ഞ ഇൻസ്ട്രക്ടർ ആയിരുന്നു പണ്ട്. അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ ബ്രേക്ക് എടുത്തു. കോവിഡ് വന്നപ്പോൾ എല്ലാം പോയല്ലോ. അപ്പോൾ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഒരു 1 month ആയിട്ടാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ചു കാലം നിർത്തി വെച്ചിരുന്നത് കൊണ്ട് അതെ, അതിന്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മൈൻഡ് റിലാക്സ് ആയിട്ട് ഉണ്ടാവും. ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം. പിന്നെ ആ ഒരു 1 hour വേറെ ഒന്നും ഓർമ്മയിൽ വരില്ല. ഫുൾ അടിച്ചുപൊളി. ഞാൻ ആങ്കറാണ്, RJ ആയിരുന്നു, റേഡിയോ ജോക്കി ആയിരുന്നു. ഇപ്പം ഫ്രീലാൻസ് ആങ്കറാണ്. അപ്പൊ അതിനൊപ്പം ഇത് ഇനി ഒന്ന് തട്ടി കുടഞ്ഞെടുക്കണം, അതാണ് പ്ലാൻ. ഈ പുതുതായി ഇതിലേക്ക് വരുന്നത്, അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വിവാദം അവസാനിച്ചെങ്കിൽ പോലും സൂംബയ്ക്ക് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, മാർക്കറ്റ് വാല്യൂ ഭയങ്കര ഹൈ ആണ്. അതെ അതെ അതെ. ആ ഒരു ഇതില് എന്താണ്, ആ ഒരു ഇതിൽ നിങ്ങൾക്കൊരു ഒപ്പീനിയൻ എന്താണ്? സൂംബ ട്രെയിനർ ഒരു സ്റ്റുഡന്റ് വേണ്ടി നിങ്ങൾ എന്താണ് ഇപ്പം സൂംബയുടെ ഭാഗമായി നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇപ്പൊ ഒത്തിരി അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റിയാണെന്ന് തോന്നുന്നു കൂടുതലും ആളുകൾ ചർച്ച ചെയ്തത്. അപ്പം ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ് ഫ്രീ ആവുന്നുള്ളത് തന്നെയാണ്. പിന്നെ ഏറ്റവും നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഞാൻ ഒത്തിരി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് നാൾ ജിമ്മിൽ പോയി കഴിയുമ്പം പിന്നെ അവർക്ക് മടുപ്പ് വരുന്നു. പിന്നെ അവിടെ പോയിട്ട് ദ തിങ് ഈസ് അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പ് വർക്ക്ഔട്ട് ഉണ്ടാവില്ല. നമ്മളിപ്പം ട്രെയിനർ ഉണ്ടാവും, ചിലപ്പോൾ പേഴ്സണൽ ട്രെയിനർ ആണെങ്കിൽ പോലും ഇത്രയും ഒരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് എൻജോയ് ചെയ്ത് നമ്മളുടെ എപ്പോഴും നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബോഡി ഫിസിക്കൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഫിസിക്കൽ ഹെൽത്ത് ശരിയാക്കാൻ പോയിട്ട് മെന്റൽ ഹെൽത്തും കൂടി സെറ്റ് ആയിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പം അത് ഇതിന് എങ്ങനെ പോയാലും കിട്ടുന്നതാണ്. നമ്മൾ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം മറക്കും. പിന്നെ ഓഫ് കോഴ്സ് ഇതിനകത്ത് കാർഡിയോ വരുന്നുണ്ട്, ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെയിറ്റ് ലോസ് നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യണത്, നമ്മളത് ഒന്ന് ആഗ്രഹിച്ച് ആ ഒരു മോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പം എനിക്കറിയാവുന്ന കുറെ ആൾക്കാർ ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ് അവര് ഓൺലൈൻ ചെയ്ത് വരെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓൺലൈനെക്കാട്ടി എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ നേരിട്ട് ഒരു കടയിൽ പോയിട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ ഐറ്റംസ് മേടിക്കുന്നതും ഓൺലൈനിൽ മേടിക്കുന്നതും ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഓൺലൈനിൽ ഓഫ് കോഴ്സ് റിസൾട്ട് ഉണ്ട്, പക്ഷെ ഓഫ്ലൈൻ വരുമ്പോഴാണ് അതിന്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. സോ എല്ലാവരും ഇപ്പം ഞാൻ എക്സ് ആയിരുന്നതുകൊണ്ട് എക്സ് ട്രെയിനർ ആയതുകൊണ്ട് ഇപ്പൊ തുടങ്ങി ചോദിക്കും, എകം തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ഉള്ളത്, ഭയങ്കര എനർജിയിലാണ് ഉള്ളത്. മാം എത്ര കാലമായി നവംബറിൽ തുടങ്ങിയതാണ്. എന്താണ് വ്യത്യാസം? കുറച്ച് കാലമായല്ലോ. നവംബർ എന്ന് പറയുമ്പോൾ 6-7 മാസമായി. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. മാർച്ച് ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയതാണ്. ബേസിക്കലി വർക്കൗട്ട് ചെയ്യുന്നതിലും എനിക്ക് സ്റ്റാമിന ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും കൂടെ ചെയ്യുന്നതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എസ്പെഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂടെ തന്നെ മാരത്തോണൊക്കെ ഓടാൻ ഞാൻ അങ്ങനെയാണ് ആദ്യം പോയത്. മാരത്തോൺ ഓടാനൊക്കെ ഇവരുടെ കൂടെ ആദ്യമായിട്ട് പോകുന്നത്. അപ്പം പോസിറ്റീവ് എനർജി ഒരുപാടുണ്ട്. പിന്നെ റെഗുലർ വർക്കൗട്ടിനേക്കാളും എന്തുകൊണ്ടും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എത്ര കാലമായി സൂംബ ചെയ്യാൻ തുടങ്ങി? ന്യൂ ജോയിൻ ചെയ്യാനായിരുന്നു. ജൂലൈ 1 ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പം എന്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ്. അവര് കുറെ നാളെ ഇവിടെ വരുന്നു. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളോ? ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ പറയണ പോലെ തന്നെ നമ്മള് ഡാൻസ് ഫോം പോലെയാണല്ലോ കളിക്കുന്നത്. അതുപോലെ തന്നെ പാട്ട് മ്യൂസിക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ല ഇപ്പൊ. അപ്പൊ ആ റിതം അനുസരിച്ച് കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും പിന്നെ ഫിസിക്കൽ ബെനിഫിറ്റ്സ് പോലെ തന്നെ നമുക്ക് മെന്റൽ ബെനിഫിറ്റ്സ് ഉണ്ട്. സ്ട്രെസ് റിലീഫ് അങ്ങനെയൊക്കെ ആയിട്ട് വളരെ നല്ലൊരു സെഷൻ. എന്റെ ഫസ്റ്റ് സെഷനാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദീപ്തി. എന്ത് പ്രൊഫഷൻ? ഞാൻ IT കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. അപ്പം അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു മെന്റൽ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള നിലയിലാണ് നല്ലതാണ്. പിന്നെ ആ ഒരു ഋതം അനുസരിച്ച് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയും പിന്നെ ഫൺ ആൻഡ് സോഷ്യൽ വേ ടു എക്സസൈസ് എന്നുള്ള പോലെ ഒരു ഫീലിംഗ്. പിന്നെ ഇങ്ങനെ ഒരു നല്ല കമ്മ്യൂണിറ്റിയുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും വൈബും ഭയങ്കര ഡിഫറൻസ് തന്നെയാണ്. സോ അല്ലെങ്കിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ പല ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ, മാരത്തോൺ ഇവന്റ്സിനൊക്കെ പോകുമ്പോൾ സൂംബ ചെയ്യുമ്പോൾ ഇഷ്ടമാണ് ചെയ്യാൻ, നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അടുത്ത് തന്നെ കിട്ടിയപ്പോൾ യൂട്ടിലൈസ് ചെയ്യാന്ന് വിചാരിച്ചു. എത്ര കാലമായി സൂംബ ചെയ്യാൻ തുടങ്ങി? ഇവിടെ 1 year ആയി. ജുംബ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 years ആയി. ഈ 2 yearsന് മുൻപും പിൻപും എന്നുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. 2 yearsന് മുന്നേ ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ജിമ്മിലെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലി മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യണം. ജുംബനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ബോഡി വർക്കൗട്ടാണ്. അതിൻ്റെ കൂടെ മ്യൂസിക്കും ഡാൻസും ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു ഫോമാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോവാറ്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇവിടെയുള്ള ഒരു ഗ്യാതറിങ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിരിക്കും അത് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ 1 hour കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജുംബ എന്ന് പറയുന്നത് ഫിസിക്കലിയും ബോത്ത് മെന്റലി നമുക്ക് നല്ലൊരു റിലീഫ് തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ 1 month ഒക്കെ ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യാറുണ്ട്. അതായത് നോൺ ഷുഗർ ചാലഞ്ച് പോലെ ഗ്രൂപ്പായിട്ട് ചെയ്യാറുണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ആരും ചെയ്യില്ല. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക. അങ്ങനെ ഒരു 5 kg വരെയൊക്കെ ആ സമയത്ത് വെയിറ്റ് കുറക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അതായത് PCOD, റെഗുലർ പീരീഡ്സ്, പിന്നെ തൈറോയിഡ് പ്രോബ്ലംസ്, അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് ജുംബയിൽ വന്നതിന് ശേഷം ഉണ്ടായത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് മുടക്കാറുള്ളൂ. അല്ലാതെ എപ്പോഴെങ്ങനെയായാലും വരും. ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമാണ്. ട്രെയിനടുത്ത് ചോദിക്കും എന്താ ഇല്ലാത്തത്, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കും. അത്രയ്ക്കുള്ള വ്യത്യാസം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡെയിലി റൂട്ടീന്റെ ഭാഗമായി അതില്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ എന്ത്, നമ്മളിപ്പം ചായ കുടിച്ചില്ലെങ്കിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ സുംബ കഴിച്ചില്ലെങ്കിൽ. മഴയൊക്കെ ആയിട്ട് എക്സസൈസിന് വരാൻ പറ്റില്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വരും. എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഇവിടെ എത്തും. 2 സ്റ്റെപ്പ് ഇട്ടിട്ടാ പോകും. അതാണ് മെയിൻ ആയിട്ട്. ചില സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ഞങ്ങളിങ്ങനെ 1 year ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ പുതിയ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവരും നമ്മളെ കൂട്ടത്തിലോട്ട് അങ്ങനെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്, അതായത് എല്ലാവരും കൂടി ഔട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ദാണ്ടിയൊക്കെ പോകാറുണ്ട്, ഹോളി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങളതായിട്ടുള്ള ഓണം പ്രോഗ്രാംസ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വർഷവും ഇനി ഓണത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്.
അപ്പൊ സുംബ വളരെ ചർച്ചയായിരുന്ന ഒരു സാഹചര്യത്തിൽ സുംബയുടെ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ സുംബ വിവാദമായ സാഹചര്യത്തിൽ പോലും ഏറ്റവും അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന അതല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡ്സും അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു കടന്നു പോയിരുന്നത്. ഈ ഒരു ഗ്യാതറിംഗിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇവരെപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ടീമിന്റെ ഒപ്പം ജോയിൻ ചെയ്ത് സൂംബ ചെയ്യുന്നത് തന്നെയാണ് അതിനെപ്പോഴും ഉണ്ടാകുന്ന സോഷ്യൽ ആക്ടിവിറ്റീസ് ആയാലും അല്ലാതെ മെന്റലി ഉള്ള ഹാപ്പിനെസ് ആയാലും ഒക്കെ സഹായിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.